എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാങ്കിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരം വന്നിട്ടുണ്ട്. യൂക്കോ ബാങ്കിലേക്ക് ഇപ്പോൾ ലോക്കൽ ബാങ്ക് ഓഫീസർ LBO തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന യൂക്കോ ബാങ്കിലേക്കാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത്. തസ്തികയുടെ പേര് ലോക്കൽ ബാങ്ക് ഓഫീസർ LBO ആണ്. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 5 ആണ്. അപേക്ഷിക്കേണ്ട സൈറ്റ് UCOBank.com ആണ്. സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഓൺലൈൻ എക്സാം ഉണ്ടായിരിക്കും. വേക്കൻസി നോക്കാം. ആകെ 250 വേക്കൻസിയാണ്. കേരളത്തിലും വേക്കൻസി വരുന്നുണ്ട്. കേരളത്തിലാകെ 15 വേക്കൻസിയാണ്. SC 2, ST 1, OBC 4, EWS 1, അൺറിസർവ്ഡ് 7 എന്നിങ്ങനെ 15 വേക്കൻസിയാണ് കേരളത്തിൽ വരുന്നത്. ഒരു കാൻഡിഡേറ്റിന് ഒരു സ്റ്റേറ്റിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന സ്റ്റേറ്റിൻ്റെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ലോക്കൽ ലാംഗ്വേജ് ആയിട്ടുള്ള കേരളത്തിലെ മലയാളമാണ്. മലയാളത്തിൻ്റെ റീഡിങ്ങും റൈറ്റിങ്ങും സ്പീക്കിങ്ങും അറിഞ്ഞിരിക്കണം. ഈ തസ്തികയിലേക്ക് ശമ്പളം ലഭിക്കുന്നത് എത്രയാണെന്ന് നോക്കാം. 48,480 മുതൽ 85,920 വരെയാണ് ശമ്പളം ലഭിക്കുന്നത്. ബേസിക് പേ ആണ്. ഇനി അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി നോക്കാം. 20 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. SC ST കാറ്റഗറി ആണെങ്കിൽ 35 വയസ്സ്, OBC കാറ്റഗറി ആണെങ്കിൽ 33 വയസ്സ് വരെയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ OBC അല്ലെങ്കിൽ SC ST കാറ്റഗറി ആണെങ്കിൽ ഏജിൽ ഇളവ് ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതാണ്. ഡിഫറൻ്റ്ലി ഏബിൾഡായ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി EWS കാറ്റഗറി ആണെങ്കിൽ കൃത്യമായിട്ടുള്ള ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. ഇനി അപേക്ഷിക്കാൻ വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ക്വാളിഫിക്കേഷൻ വേണ്ടത് എനി ഡിഗ്രി ആണ്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ വാലിഡ് മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഇനി അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് SC or ST കാറ്റഗറിക്ക് 175 രൂപയാണ്. ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും 850 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. സെലക്ഷൻ്റെ ഭാഗമായിട്ട് എക്സാം ഉണ്ട്. എക്സാമിൻ്റെ സബ്ജക്ട്സ് നോക്കാം. റീസണിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ ഓർ എക്കണോമി ഓർ ബാങ്കിങ് അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. 200 മാർക്കിനാണ് എക്സാം വരുന്നത്. എക്സാം മീഡിയം ഇംഗ്ലീഷ് ആയിരിക്കും. നിങ്ങൾ ഓൺലൈൻ എക്സാമിന് പോകുമ്പോഴത്തേക്കും ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് കൃത്യമായിട്ട് കൊണ്ടുപോകേണ്ടതാണ്. അതായത് നിങ്ങളുടെ വാലിഡ് കോൾ ലെറ്റർ, ഫോട്ടോ ID പ്രൂഫ് ഒറിജിനലും കൊണ്ടുപോവുക. അതിൻ്റെ ഒരു കോപ്പിയും കൊണ്ടുപോകേണ്ടതാണ്. ഈ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എക്സാം ഹാളിലോട്ട് അലോ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ 3 ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ്. ഇനി എക്സാം സെൻറ്റർ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. എക്സാം സെൻറ്റർ കേരളത്തിൽ വരുന്നത് എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ, ആലപ്പുഴ, കണ്ണൂർ, കൊല്ലം, കോട്ടയം, മലപ്പുറം, പാലക്കാട് ജില്ലകളിലാണ് എക്സാം സെൻറ്റർ വരുന്നത്. എക്സാമിന് മുമ്പ് SC or ST അല്ലെങ്കിൽ OBC കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സിന് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും. അതായത് എക്സാമിനെ കുറിച്ചൊരു ക്ലാസ് പോലെ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷനകത്ത് ഒരു കോളം ഉണ്ട്. നിങ്ങൾക്ക് ട്രെയിനിങ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, SC ST അല്ലെങ്കിൽ OBC കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സിന് മാത്രമേ ഉള്ളൂ ഈ ട്രെയിനിങ്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എക്സാമിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു ഫോട്ടോ ID പ്രൂഫ് കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ സെലക്ഷൻ്റെ ഭാഗമായിട്ട് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് ഉണ്ട്. കേരളത്തിൽ മലയാളം ആയതുകൊണ്ട് മലയാളത്തിൻ്റെ റീഡിങ് റൈറ്റിംഗ് സ്പീക്കിങ്ങിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സിനാണ് പേഴ്സണൽ ഇൻ്റർവ്യൂ വരുന്നത്. ഇൻ്റർവ്യൂ വരുന്നത് 100 മാർക്കിനാണ്. ഓൺലൈൻ എക്സാമും ഇൻ്റർവ്യൂവും പാസ്സാവുന്നവരെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകണമെന്ന് നോക്കാം. ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ ഒക്കെ തന്നെ ഒറിജിനലും കൊണ്ടുപോകണം. സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും കൊണ്ടുപോകണം. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻ്റർവ്യൂ കോൾ ലെറ്ററിൻ്റെ പ്രിൻ്റ് ഔട്ട്,
ഇപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട്, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ്, ഫോട്ടോ ID പ്രൂഫ്, എല്ലാ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, SC ST OBC കാറ്റഗറി ആണെങ്കിൽ, EWC കാറ്റഗറി ആണെങ്കിൽ അതിൻ്റെ ഇൻകം സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. മറ്റെന്തെങ്കിലും റെലവൻറ്റ് ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സും കൃത്യമായിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും ഒറിജിനലും കൊണ്ടുപോകണം, സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും കൊണ്ടുപോകേണ്ടതാണ്. സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് 2 വർഷത്തേക്ക് പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കും. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട സൈറ്റ് ucobank.com ആണ്. നിങ്ങൾ ഈ സൈറ്റ് എടുക്കുക. എന്നിട്ട് അവിടെ നിന്നും കരിയർ പേജ് എടുക്കുക. എന്നിട്ട് റിക്രൂട്ട്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അവിടെ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ ഫോർ ലോക്കൽ ബാങ്ക് ഓഫീസർ LBO 2025-26 എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം കിട്ടുന്നതാണ്. അവിടെ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. എന്നിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതായത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. എന്നിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. എക്സാമിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും ഒക്കെ തന്നെ കോൾ ലെറ്റർ വരുന്നത് ബാങ്കിൻ്റെ സൈറ്റിലായിരിക്കും. നിങ്ങൾക്ക് സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കാനായിട്ട് മറക്കരുത്. മറ്റെന്തെങ്കിലുമൊക്കെ അറിയിപ്പുകളുണ്ടെങ്കിൽ ബാങ്കിൻ്റെ സൈറ്റിലായിരിക്കും വരുന്നത്. സൈറ്റ് മറക്കണ്ട, ucobank.com ആണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന യൂക്കോ ബാങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. നല്ല ശമ്പളത്തിൽ ജോലി അവസരമുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. കേരളത്തിലും ജോലി ഒഴിവുണ്ട്. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 5 ആണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.